ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം എന്ന് പറഞ്ഞിട്ട് താറ്റയാണ് കാണിക്കുന്നത് അല്ലേ. ഞാനൊരു ലൈഫിൽ ഫസ്റ്റ് ടൈം ഒരു സോളോ ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തൃശ്ശൂരാണ് എൻ്റെ സ്ഥലം. ഞാൻ തൃശ്ശൂരിൽ നിന്ന് ആദ്യം ഒരു ഓട്ടോയിലാണ് പോയത്. നമുക്ക് വടക്കുന്നാഥൻ്റെ അവിടെ നിന്നാണ് നമ്മൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ബസ് അവിടെയാണ് എത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ വടക്കുന്നാഥൻ്റെ അവിടേക്ക് പോയി. അങ്ങനെ വടക്കുന്നാഥൻ്റെ മണ്ണിൽ നിന്നും ഞാൻ ഒരു സോളോ ടെമ്പിൾ വിസിറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു വൈബ് പിടിക്കാനാണ് ഉദ്ദേശം. അപ്പോൾ പെട്ടിയും കടക്കൊക്കെ എടുത്ത് വീട്ടിൽ നിന്നും ഒറ്റയ്ക്ക് ഞാൻ പുറപ്പെട്ടിരിക്കുന്നു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ച് ദൂരം പോയപ്പോഴത്തേനും ഇപ്പോൾ നമ്മുടെ പാലക്കാടൊക്കെ എത്താറായപ്പോഴത്തേനും എൻ്റെ മനസ്സിൽ പോണോ വേണോ ഇറങ്ങണോ എന്നൊക്കെ തോന്നിയിരുന്നു കേട്ടോ. പിന്നെ അങ്ങ് കുറച്ച് നേരം കഴിഞ്ഞപ്പം അങ്ങനെ സെറ്റായി. അപ്പോൾ ഇടയിലൊക്കെ ഇറങ്ങി ഒരു ചായയും ഉഴുന്നുവടയും പിന്നെ ഇപ്പോൾ ഇത്തിരി ഷുഗർ ഭയങ്കര ക്രേസായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സെറ്റപ്പൊക്കെ ആയി പോയി കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. രാവിലെ അങ്ങനെ എത്താറായപ്പോഴത്തേനും നമ്മുടെ വണ്ടി ആക്സിഡൻ്റ് ആയിട്ടോ. ആ വണ്ടി വേറൊരു വണ്ടിയുമ്പോൾ ചെന്നിട്ട് തട്ടിയായിരുന്നു. പിന്നെ നമ്മൾ വേറെ വണ്ടിയിലൊക്കെയാണ് വീണ്ടും യാത്ര പുറപ്പെടുക കേട്ടോ. പിന്നെ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന്, അതായത് നമ്മൾ മൂകാംബിക അമ്മേനെ കാണാനാണ് പുറപ്പെട്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളൊരു ധർമ്മപീഠം ധ്യാന കേന്ദ്രം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. നമ്മൾ നിന്നിരുന്ന സ്റ്റേക്കേഷൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ അവിടേക്കാണ് ആദ്യം പോയത്. എന്നിട്ട് അവിടെ നിന്ന് നേരെ എങ്ങോട്ടേക്കാ മൂകാംബിക അമ്മയെ കാണാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ മൂകാംബിക അമ്മയെ കാണാനായിട്ട് നമ്മൾ വിചാരിച്ചാൽ മാത്രം പോരാ, ആളും കൂടി വിചാരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞ് കേൾക്കുന്നത്. അപ്പോൾ ഈ രണ്ടമ്മമാരും ഈ ചേച്ചിയും വേറൊരു 2 ചേച്ചിമാരും കൂടെ ഉണ്ടായിരുന്നത്. അവരായിരുന്നു ഈ ട്രിപ്പിൽ എൻ്റെ മെയിൻ കൂട്ടുകാർ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോയതെന്നുള്ള തോന്നലൊന്നും ഉണ്ടായില്ല. അവസാനം നമ്മളിവിടെ മൂകാംബിക അമ്മയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് കേട്ടോ. എനിക്ക് അമ്പലങ്ങളിൽ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. അതിപ്പോൾ എന്താ പറഞ്ഞു തരികയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വെരി നൈസ്, റിയലി നൈസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്ന വട്ടം കറങ്ങൽ നമുക്കിപ്പോൾ മെയിനാണ് സാറേ. അപ്പോൾ ഇങ്ങനെ നല്ല ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഒരു 2-3 മണിക്കൂറൊക്കെ നിന്നിട്ടാണ് കേട്ടോ അകത്തേക്ക് കയറാനായിട്ട് നമുക്ക് തൊടാനായിട്ടുള്ള ഒരു ക്യൂ ഒക്കെ ഒരു 2-3 മണിക്കൂറോളം ഉണ്ടായിരുന്നു. പക്ഷേ വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തും നമ്മൾ നിൽക്കുന്ന എല്ലായിടത്തും തന്നെ അവർ ഫാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൽ വെള്ളമൊക്കെ കുടിക്കാനൊക്കെ ആയിട്ട് വെള്ളമൊക്കെ തരുമായിരുന്നു കേട്ടോ. ഞങ്ങൾ വരുമ്പോൾ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേനും നോക്കിയാൽ വരി കണ്ടോ നിങ്ങൾ, ഒരുപാട് അതിങ്ങനെ വളഞ്ഞ് പാമ്പ് വളയുന്ന പോലെ ഇങ്ങനെ വളഞ്ഞുണ്ടായിരുന്നു കേട്ടോ അമ്പലം. ഞാൻ ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ അവിടെ ചെന്നു. അവിടെ നിന്ന് പ്രസാദം കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ നമുക്ക് ഇവിടെ ഉച്ചയ്ക്ക് തന്നെ ഒരു പ്രസാദ ഊട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. ഒരു നേർച്ച പോലെ നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചത് കേട്ടോ. പിന്നെ ഇത് മൂകാംബിക അമ്പലത്തിൻ്റെ തന്നെ സൈഡിലുള്ള കുറച്ച് നമുക്ക് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിലുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഈ മൂകാംബികയിലത്തെ ദർശനം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു 2-2:30 ആയപ്പം നേരെ വണ്ടി വിട്ടു നമ്മുടെ സ്വന്തം കുടജാദ്രിയിലേക്ക്. അപ്പോൾ അത് നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് നമ്മളൊരു ജീപ്പിലാണ്, അതായത് ഓഫ് റോഡ് അല്ലാതെ വേറെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ അത്യാവശ്യം ഒരു 10-40 കിലോമീറ്റർ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഓഫ് റോഡ് അൺസൈക്കബിൾ ഓഫ് റോഡാണ്. പക്ഷേ വൺസ് നമുക്ക് ഒന്ന് പോയി വിസിറ്റ് ചെയ്യാവുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ കുടജാദ്രി. ഓഫ് റോഡ് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ മൊത്തം ബോഡി നമുക്ക് ഫുൾ ഷേക്കിംഗ് ആയിരിക്കും. ഒരു 1.5 കിലോമീറ്റർ മാത്രമേ നമുക്ക് നടന്ന് കയറേണ്ടതുള്ളൂ. ബാക്കിയുള്ള റോഡ് മുഴുവൻ നമുക്കിതുപോലെ ഓഫ് റോഡ് ചെയ്ത് പോകാൻ പറ്റും. ഈ ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 40 കിലോമീറ്റർ നമ്മൾ ജീപ്പിൽ ഇരുന്നിട്ടാണ് വീണ്ടും ഓഫ് റോഡ് ഒരു 13 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു മൊത്തം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10 കിലോമീറ്ററിൻ്റെ മേലേക്ക് നമുക്ക് ഓഫ് റോഡ് ഉണ്ടായിരുന്നു. അൺസൈക്കബിൾ എന്ന് പറഞ്ഞാൽ പോരെ എൻ്റെ പൊന്നുമക്കളെ, അൺസൈക്കബിൾ ആയിരുന്നു. ഞാൻ നമ്മുടെ ബാക്കിൽ വരുന്ന ഈ ജീപ്പ് വരുന്നതാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത്. ഞാൻ പിന്നെ ഏറ്റവും ബാക്കിലെ സൈഡിലെ സീറ്റിലായിട്ടാണ് ഇരുന്നത് കേട്ടോ. കൈയൊക്കെ ഇതിനകത്ത് ഇടിച്ചിടിച്ചിടിച്ച് നീര് വന്ന് അത്രയ്ക്കും ഹൊറിബിൾ എന്ന് പറഞ്ഞാൽ പോരാ, അത്ര ഹൊറിബിളായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇപ്പോൾ ഈ ഋഷിമാരെന്നൊക്കെ പറഞ്ഞാൽ ഈ 13 കിലോമീറ്റർ ഈ ഓഫ് റോഡുള്ള റോഡൊക്കെ കയറിയിട്ടാണ് ഈ സർവജ്ഞപീഠത്തിലൊക്കെ എത്തുന്നത്. നമുക്ക് പിന്നെ അത്രയും ബുദ്ധിമുട്ടില്ല. എന്നിരുന്നാലും നമുക്ക് ഈ വണ്ടി മേപ്പട്ടേക്ക് ഇങ്ങനെ മറയോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു എനിക്ക് കൂടുതലും കേട്ടോ. ഞങ്ങൾ മൂന്നാറൊക്കെ പോകുമ്പം ഈ ഒരു ഫോറസ്റ്റ് കൗണ്ടി എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടിലാണ് പോകുന്നത്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ഈ ഓഫ് റോഡ് ഉണ്ട്. അതായിരുന്നു ഞാൻ കണ്ടതിൽ കുറച്ച് ദർഗടം പിടിച്ച ഒരു ഓഫ് റോഡ്. പക്ഷേ ഇതൊക്കെ അതിനെക്കാട്ടിലും ഗംഭീര ഓഫ് റോഡായിരുന്നു. നമ്മൾ നെല്ലിയാമ്പതി പോകുമ്പോൾ അതുപോലെ ഒരു ഓഫ് റോഡ് ഉണ്ട്. പക്ഷേ അതൊന്നും അത്രയും ഡേഞ്ചറായിട്ട് എനിക്ക് അങ്ങനെ തോന്നാറില്ല. ജസ്റ്റ് ആ പാറയുടെ മേലിലേക്ക് കയറുമ്പോൾ ഉള്ള ഒരു പേടിയല്ലാതെ നമുക്കതുവരെ പോകുന്ന വഴിക്കൊന്നും അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ ഇത് നമുക്ക് ഫുൾ ബോഡി നമ്മളെ മറ്റേ മിക്സിയിലിട്ട് അടിക്കുന്ന പോലെയായിരുന്നു. മൊത്തത്തിൽ അങ്ങ് കിലുങ്ങി മറയും നമ്മൾ. അതുകൊണ്ട് തന്നെ വയസ്സായവർ ഇച്ചിരി സ്റ്റാമിനുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോകുന്നതിനകത്ത് കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാണ് കേട്ടോ. ഇച്ചിരി ഓഫ് റോഡ് ഇച്ചിരി കഠിനമാണ്. ഇതിപ്പോൾ മഴയുള്ള സീസണും കൂടിയായിരുന്നു. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെളി. അപ്പോൾ ഇതിൻ്റെ ഈ ടയർ ഇങ്ങനെ അതിൻ്റെ ഈ ചെളിയുടെ ഉള്ളിൽ അങ്ങോട്ട് പൂണ്ടുമ്പോഴേ അതുപോലെ നിറയെ കല്ലും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതങ്ങനെ പൂണ്ട് നമുക്കിത് എടുത്തുകൊണ്ട് വരാനായിട്ട് ഇച്ചിരി പ്രയാസമായിരുന്നു.
ഞാനിനി ഓൺ വോയിസ് ഇടാം. അതായത് നമ്മുടെ അവിടെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാണ്ട് നമ്മുടെ കൂട്ടത്തിൽ പിന്നെ ഒരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ, അമ്മ, പിന്നെ ഞങ്ങളെപ്പോലെ തന്നെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫും 2 മക്കളുമായിട്ട് അവരും നല്ല കമ്പനിയായിരുന്നു കേട്ടോ. ഞങ്ങൾ മൊത്തം ഒരു 10, 18 പേരാണ് ആകെ ഉണ്ടായിരുന്നത്. പക്ഷേ എല്ലാവരും നല്ല കമ്പനിയായിരുന്നു. നല്ല രസമായിരുന്നു. ഒറ്റയ്ക്കാണ് പോയതെന്നുള്ള ഒരു ഫീലിങ്ങും കാര്യങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എനിവേയ്സ് നല്ല അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. അവിടെ പോയി നിൽക്കണം, അടിപൊളിയാ. അങ്ങനെ ഒരു കണക്കിന് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി കയറാമെന്നുള്ളൊരു സെറ്റപ്പ് ആയപ്പോഴത്തേനും തന്നെ ഒരു ആശ്വാസമായിരുന്നു. കുറച്ച് വഴിയൊക്കെ ഇതുപോലെ ഇങ്ങനെ പരന്ന് നമുക്ക് ഏതെങ്കിലും റൂട്ടിൽ കൂടെ കയറാനുള്ള ഒരു സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഭയങ്കര ഇടുക്ക് വഴികളാണ് കേട്ടോ. പിന്നെ ഈ മഴയും കൂടി ഉള്ള കാരണം ഇച്ചിരി ചെളിയും അതുപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ കെട്ടിക്കിടക്കാനും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യത്തിന് ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ അച്ഛൻ ബാക്കിൽ വരുന്ന അമ്മ, പിന്നെ ഇതാ ചേട്ടൻ, ചേച്ചി, അതുപോലെ 2 മക്കളുണ്ടായിരുന്നു. ചേട്ടൻ ചേച്ചി എന്നല്ല, ചേട്ടനായിരിക്കും, പക്ഷേ ആൾക്ക് എൻ്റെ പ്രായം ഉണ്ടാവുള്ളായിരിക്കും. അപ്പോൾ ഇതാ നമ്മളിതാ ഇങ്ങനെ അത് കയറി സർവജ്ഞപീഠം അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പം. അതായത് ആകാശം ഏതാണ്, നമ്മുടെ കൊക്ക ഏതാണെന്ന് അറിയാൻ പാടില്ലാത്ത രീതിക്കാണ് കേട്ടോ മഞ്ഞ് മൂടി കിടക്കുന്നുണ്ടായിരുന്നത്. ഭയങ്കര രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയുമ്പോൾ ഇപ്പോഴും ഭയങ്കര കൊതി വരുന്നു. അപ്പോൾ അത്രയ്ക്ക് രസമായിരുന്നു കേട്ടോ അവിടെ കാണാനായിട്ട്. നമ്മൾ വൺസ് എങ്കിലും നമുക്കൊന്ന് പോയി വിസിറ്റ് ചെയ്യാവുന്ന ഒരു സ്ഥലം തന്നെയാണ്. നമ്മളിങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് പോലെ അങ്ങനെയല്ല പറയുന്നത്. ബട്ട് ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ഉണ്ട്. നമ്മൾ ക്രിസ്ത്യൻസിൻ്റെ മലയാറ്റൂരൊക്കെ ഇല്ലേ, മലയാറ്റൂർ പള്ളിയിലൊക്കെ കയറുന്ന ആൾക്കാർക്കറിയാം, നമുക്കതിൻ്റെ ഒരു 1ാം സ്ഥലം 2ാം സ്ഥലം വരെ കയറുന്ന അത്ര ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഈ സർവജ്ഞപീഠം എത്താനായിട്ട് ഈ ഒരു ഓഫ് റോഡ് ട്രക്കിങ്ങിന് ശേഷം നമുക്ക് നടന്നു പോകേണ്ട വഴികളുള്ളൂ. പിന്നെ അതായത് ഇതുപോലത്തെ ഈ ഉരുളൻ കല്ലുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാല് വെക്കുമ്പം സ്ലിപ്പായി പോകാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് കയറുന്നതിനേക്കാട്ടിലും ബുദ്ധിമുട്ടായിരിക്കും എപ്പോഴും ഇറങ്ങുമ്പോൾ, കാരണം നമുക്ക് മസിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. കണ്ടോ, ഈ വഴികൾ ചെറിയ ചെറിയ വഴികളാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറഭാഗം കറക്റ്റ് കൊക്കയാണ്. അതായത് ഇവിടെ നിന്ന് തെന്നി കഴിഞ്ഞാൽ പിന്നെ താഴെ തപ്പിയാൽ മതി. താഴെ തപ്പിയാലും കിട്ടുമോ അറിയത്തില്ല. അപ്പോൾ അത്രയ്ക്കും കൊക്കയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കയറാനായിട്ട്. കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ശ്രദ്ധിക്കണം. എനിക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ്. മലയാണെങ്കിലും എന്താണെങ്കിലും എനിക്ക് കയറുന്നതിനെക്കാട്ടിലും ഭയങ്കര ടെൻഷനാണ് ഇറങ്ങുമ്പോൾ. കാരണം തണ്ടിലും കുത്തി വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട. അപ്പോൾ അതങ്ങനെ ഒന്ന് കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം പോകാനായിട്ട്. പിന്നെ എന്താ ശരിക്കും വഴിയൊക്കെ ഇപ്പോൾ ഈ പറയുന്ന പോലെ വെട്ടിത്തെളിച്ച് വരുന്ന പോലൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റത്തെ ദിവസം നമ്മൾ ഫസ്റ്റ് യാത്ര തിരിച്ചത് നമ്മുടെ സൗപർണിക നദിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടേക്ക് ഇറങ്ങാനുള്ള ഒരു സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ പുറത്ത് നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുനിന്നുണ്ടായിരുന്നുള്ളൂ. വലിയ ഫ്ലോ ഒന്നും ഉണ്ടായിരുന്നില്ല വെള്ളത്തിന്. പക്ഷേ എന്നിരുന്നാലും അങ്ങോട്ടേക്ക് ഇറക്കുന്നുണ്ടായിരുന്നില്ല ആൾക്കാരെ. ചിലപ്പോൾ ഇനി മഴ പെട്ടെന്ന് പെയ്ത് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പോൾ അതാ ഞാൻ സൗപർണികർ അവിടെ നിൽക്കുകയാണ്. ഇപ്പം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കുറേ പേരായിട്ട് കമ്പനിയായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവരൊക്കെ തന്നെ നമുക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഒരു പാർട്ട്ണർഷിപ്പ് ബേസ്ഡ് ആയിരുന്നു. കുറച്ച് ഫോട്ടോസ് ഞാൻ എടുക്കും, ബാക്കി അവരെടുത്ത് തരും, പിന്നെ അവർക്ക് എടുത്ത് കൊടുക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്കാണ് പോയതെന്നുള്ള ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ ആദ്യം കയറിയപ്പം ഇറങ്ങിയാലോ എന്ന് തോന്നി. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ടെമ്പിൾ വിസിറ്റ് എന്നുള്ള ഒരു ഇതിൽ ഇറങ്ങിയതല്ലേ. അപ്പോൾ പിന്നെ വഴിക്ക് വെച്ച് ഇറങ്ങി വെറുതെ ഒരു പണി വാങ്ങിച്ച് കേട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ യാത്ര അങ്ങ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ആ സൗപർണിക കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയത് മുരുടേശ്വർ ആയിരുന്നു കേട്ടോ. മുരുടേശ്വർ നമ്മുടെ ശിവൻ്റെ ഒരു പ്രതിമ നിൽക്കുന്നില്ലേ, അവിടെ ആയിരുന്നു മുരുടേശ്വർ. ഇതൊരു 18 നിലയാണ്. ഇതിൻ്റെ 18 നിലയുണ്ട്. നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഫ്ലോറിൽ പോകാനായിട്ട് പറ്റുണ്ടോ. ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ലിഫ്റ്റിൽ നമ്മൾ 18ാമത്തെ നിലയിൽ കൊണ്ടുവന്ന് എത്തിച്ചു തരും. ടോട്ടൽ 19 നിലയും കൂടെ ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ 18ാമത്തെ നിലയിലാണ് ലിഫ്റ്റ് ഇറങ്ങുന്നത്. പിന്നെ ഒരു നില നമുക്ക് സ്റ്റെപ്പുണ്ട് കയറി കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കംപ്ലീറ്റ് ഗ്യാങ് പട. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് നല്ല അന്യായ വെയിലായിരുന്നു കേട്ടോ. അന്യായ വെയിലെന്ന് പറഞ്ഞാൽ പോലെ അത്രയും നല്ല വെയിലായിരുന്നു. പക്ഷേ മൊത്തത്തിൽ നല്ല രസമായിരുന്നു കേട്ടോ. നിങ്ങൾ സോളോ ട്രിപ്പ് പോകാനായിട്ട് പേടിയുള്ളവർ പേടിക്കാതെ തന്നെ പോവാം. അതായത് ഇപ്പോൾ ഞാൻ തൃശ്ശൂരാണ്, കേരളത്തിൽ തൃശ്ശൂരാണ്. നമ്മൾ കർണാടക വരെ പോയി ഒറ്റയ്ക്കാണ് പോയതെന്നുണ്ടെങ്കിലും നമുക്ക് ആരെങ്കിലുമൊക്കെ കൂട്ട് കിട്ടുമോ. നമ്മുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ പോലെ അനുസരിച്ചിരിക്കും. പിന്നെ അപ്പോൾ അങ്ങനെ കൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഒരു തവണ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാനായിട്ട് പേടിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ മനസ്സിൽ ആഗ്രഹങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ
ഒരു തവണ ഒന്ന് പോയി നോക്കൂ. എന്നിട്ട് പ്രശ്നമാണ്, നിങ്ങൾക്ക് ടെൻഷനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്ന് നോക്കൂ. എൻ്റെ കെട്ടിയവൻ ഞാൻ പോട്ടേന്ന് ചോദിച്ചപ്പോൾ പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ ആൾ വിചാരിച്ച് കാണും ഞാൻ പോവില്ല. കാരണം സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തൃശ്ശൂരിൽ നിന്ന് ഞാൻ ചാലക്കുടി വരെ ആണ് എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുള്ളത്. അതും ഒരു എക്സാം എഴുതാൻ വേണ്ടി മാത്രം. അതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ദൂരം, അതായത് തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു 30 കിലോമീറ്റേഴ്സാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുള്ള ഏറ്റവും കൂടുതൽ ദൂരം. ഞാൻ കർണാടക പോയി തിരിച്ച് സേഫായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും പോകാനൊക്കെ ആയിട്ട് പറ്റും. ഇതാണ് നമ്മുടെ ചേച്ചിമാർ കേട്ടോ. ഷീജ ചേച്ചി, 2 ചേച്ചിമാരുടെ പേര് ഷീജ എന്നാ, മറ്റേ ചേച്ചിയുടെ പേര് ഷീന എന്നാന്ന് തോന്നുന്നു, ഇപ്പോൾ ഓർമ്മയില്ല. കുറച്ച് ദിവസമായിട്ടുണ്ട് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ ലൈബ്രറിയിൽ കിടന്ന് പൊടി പിടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എടുത്ത് യൂട്യൂബിലിട്ടേക്കാം. എന്തെങ്കിലും ഇൻസ്പിറേഷൻ ആർക്കെങ്കിലുമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പോകാമല്ലോ. അപ്പോൾ ആ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ മുരുടേശ്വർ അമ്പലം. അവിടെ നിന്ന് നമ്മൾ ഇവിടെ തന്നെ ഒരു ചെറിയൊരു മ്യൂസിയം പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് കഥകളൊക്കെ ഈ നമ്മുടെ ഇതിലൊക്കെ ഉള്ള പോലത്തെ കുറേ കഥകളും രാവണൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇവരുടെ ഒരു മ്യൂസിയം പോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടു. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഈ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇതിനകത്തേക്ക് കയറാനായിട്ട്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ വലിയൊരു ക്യൂ. ഞങ്ങളുടെ അടുത്ത് കുറച്ച് മുമ്പേ എത്തണം എന്നൊക്കെ പറഞ്ഞ് ടൈമൊക്കെ തന്നിട്ടാണ് നമ്മളെ വിടുന്നത്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഈ ക്യൂവിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കയറലൊന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ പണ്ടത്തെ സിനിമയ്ക്കൊക്കെ ടിക്കറ്റ് എടുക്കുമ്പോൾ ചെയ്യില്ലേ, അതായത് മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരോട് ചേട്ടാ ഒരു 2 ടിക്കറ്റ് എടുത്ത് തരുമോ ചേട്ടാ, ഒരു 5 ടിക്കറ്റ് എടുത്ത് തരുമോ ചേട്ടാ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ടിക്കറ്റ് അങ്ങനെ എടുപ്പിച്ചിട്ടുണ്ടോ നമ്മൾ അകത്തേക്ക് കയറിയത്. എന്തായാലും വേസ്റ്റ് ആയില്ല. ഇതിനകത്ത് AC ആണ് കേട്ടോ. ഈ AC നമ്മൾ പുറത്ത് ഭീകര ചൂടാണ് കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് പിന്നെ ചെരുപ്പ് ഇടാൻ പറ്റില്ല. കാരണം ചെരുപ്പ് എല്ലായിടത്തും ഊരി വെക്കേണ്ട കാരണം നമ്മൾ വണ്ടിയിലേക്ക് അകത്ത് തന്നെ ഇട്ടിട്ടാണ് വന്നത്. പക്ഷേ നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലം, ഇപ്പോൾ മുരുടേശ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്പലത്തിൽ മാത്രം പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെരുപ്പ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് അവിടെ നിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് നടന്ന് വന്നിട്ട് വേണം ഈ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് നമ്മുടെ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കായിരുന്നു കേട്ടോ. അതിന് മുമ്പ് ഒരു ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ ക്ഷേത്രമാണ് ഇത്. ഇതിന് ശേഷമാണ് നമ്മൾ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയത് കേട്ടോ. അപ്പോൾ എല്ലാവരെയും തോണ്ടി തോണ്ടി വിളിക്കുവാണ്, ചേച്ചി നോക്ക് ചേച്ചി നോക്ക് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട്. നല്ല കൊട്ട വെയിലായിരുന്നു കേട്ടോ. കൊട്ട വെയിലെന്ന് പറഞ്ഞ പോലെ കൊട്ട വെയിൽ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്തു നിന്നാണ് നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചത്. പിന്നെ അതാ നമ്മൾ നേരെ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് പോയത്. അതിനകത്ത് ക്യാമറ യൂസ് ചെയ്യാനൊന്നും അങ്ങനെ പാടില്ലായിരുന്നു. പിന്നെ അതാ ഇങ്ങനെ നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ നടന്നു പോയപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. ഇതിനൊരു ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഞാനിങ്ങനെ പോയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഉൾഭാഗം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എനിക്ക് ആരെങ്കിലും എന്നെ ചീത്ത പറയുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു ഇങ്ങനെ ക്ഷേത്രത്തിനുള്ളിൽ വെച്ചിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ. ഇത് പിന്നെ അതിൻ്റെ തന്നെ ഈ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ തന്നെ വേറൊരു ഭാഗമാണ് കേട്ടോ. ഇതിങ്ങനെ തെക്കേ നട, പടിഞ്ഞാറേ നട, കിഴക്കേ നട എന്ന് നമ്മൾ നടക്കുന്നതിൻ്റെ പറയുന്ന പോലെ തന്നെ അങ്ങനെ എന്തൊക്കെയോ നടകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പിള്ളേർക്ക് എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു വിഗ്രഹം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, നമ്മുടെ ശിവൻ്റെ. അപ്പോൾ അതവിടെ പക്ഷേ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ മൊത്തം ഈ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കൃഷ്ണനല്ല, എനിക്ക് ശിവൻ്റെ വിഗ്രഹം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ നിന്ന് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും അടുത്ത ക്ഷേത്രത്തിലോട്ട് പോകുമായിരുന്നു. ടെമ്പിൾ വിസിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, എല്ലാം ക്ഷേത്രത്തോട് ക്ഷേത്രം. അപ്പോൾ രസമായിരുന്നു കേട്ടോ, പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഉടുപ്പി ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം എന്നുണ്ട് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, അവിടേക്കായിരുന്നു കേട്ടോ. അത് പക്ഷേ എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് ഇപ്പം പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ അധികം തിക്കും ആളും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്രീ ആയിട്ട് തൊഴാനും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. മഹാലക്ഷ്മി ക്ഷേത്രം, ഉടുപ്പി മഹാലക്ഷ്മി ക്ഷേത്രം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ വന്നിട്ട് മംഗലാപുരം കുദ്രോളി ക്ഷേത്രം എന്നായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നിടാക്കളെ പറഞ്ഞറിയിക്കാൻ വയ്യ. നമ്മൾ ഇത്രയും നേരം, അതായത് രാവിലെ ഒരു 7:30 മറ്റോ ബസ്സിൽ കയറിയതാണ്. ഇവിടേക്ക് എത്തിയപ്പം രാത്രി ഒരു 4 o'clock, രാത്രിയല്ല വൈകിട്ട് ഒരു 4 to 5 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടാവും. നമ്മൾ അത്രയും നേരം നമ്മൾ നടന്ന് ക്ഷീണിച്ചതിൻ്റെ ആ ഒരു സംഭവമൊക്കെ പോയായിരുന്നു കേട്ടോ. ശരിക്കും ഒരു സ്വർണ്ണം കൊണ്ടൊരു അമ്പലം എന്ന് പറയില്ല, ആ ഒരു വൈബ്, ആ ഒരു മൂഡായിരുന്നേ. ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് കാണുമായിരുന്നു. ഇത് ഇങ്ങനെ ഈ ഒരു അമ്പലം അവിടെ പോകുന്ന ആൾക്കാരാണ്, അതായത് മൂകാംബിക പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വരുന്ന വഴിക്കാണ് ഈ അമ്പലം. കുദ്രോളി ടെമ്പിൾ എന്നാണ് കേട്ടോ പേര്. ഒരു സ്വർണ്ണം, നമ്മൾ ശരിക്കും ഒരു സ്വർണ്ണത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമുക്ക് പോകാനുള്ള വേറൊരു വണ്ടിയാണ് വന്നത്. അപ്പോൾ ആൾക്കാരുടെ എണ്ണം കുറവായ കാരണം ഇഷ്ടം പോലെ സീറ്റായിരുന്നു. അങ്ങനെ സേഫ്ലി ലാൻഡഡ്, ഷുക്കായിട്ട് അങ്ങോട്ട് ഒരു ഉറക്കം. ആ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഏകദേശം തൃശ്ശൂരൊക്കെ എത്താറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ, ഷീ യു. സോളോ ട്രിപ്പ് മറക്കണ്ട കേട്ടോ.